അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മിണ്ടല്ലേ. ഹായ് ഡിയേഴ്സ്, ദിസ് ഇസ് ആദിത്യ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻസ്ട്രൽ കപ്പ് ഒരു 4-5 ഇയേഴ്സോളം മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതായത് മെൻസ്ട്രൽ കപ്പിൻ്റെ ക്ലീനിങ് പ്രോസസ്സ്. ഇതങ്ങനെ അധികമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ നെസസറി ആയ ഒരു കാര്യമാണ് ഈ ഒരു ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലീനിങ് മെത്തേഡാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അതെനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരും യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയണം എന്നുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, ആദ്യത്തെ കാര്യം നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം വേറെ ഒരു സർഫസിലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതിനുശേഷം മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്യാം. മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ആ സ്റ്റെമ്മിൻ്റെ പോർഷനിൽ പിടിച്ചിട്ട് വലിക്കാണ്ട് അതിനുള്ളിൽ ഫോം ആയിരിക്കുന്ന പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം മെൻസ്ട്രൽ കപ്പ് താഴേക്ക് പുൾ ചെയ്തെടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് റിമൂവ് ആവും. നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫോൾഡ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്തും ഫോൾഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റിമൂവ് ചെയ്ത മെൻസ്ട്രൽ കപ്പിൻ്റെ ഉള്ളിൽ കളക്ട് ആയിരുന്ന ബ്ലഡ് കളയുക. എന്നിട്ട് അതിനെ ഒരു നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ വാഷ് ചെയ്തെടുത്ത മെൻസ്ട്രൽ കപ്പിലേക്ക് ഏതെങ്കിലും മൈൽഡായിട്ടുള്ളൊരു സോപ്പ് അല്ലെങ്കിൽ ഒരു സോപ്പ് സൊല്യൂഷൻ, ഇപ്പോൾ ബേബീസൊക്കെ യൂസ് ചെയ്യുന്ന ബേബി സോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ബേബീസിന് യൂസ് ചെയ്യുന്ന ഷവർ ജെൽ, അതൊക്കെ ഓക്കെയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അഡൾട്ട്സ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടൈപ്പ് വജൈനൽ വാഷ്, ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ മൈൽഡായിട്ടുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന്, അതിൽ ലാദർ വരുമല്ലോ, അത് മെൻസ്ട്രൽ കപ്പിൻ്റെ എല്ലാ ഏരിയസിലോട്ടും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ എഗെയിൻ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം. അപ്പോഴേക്കും ഇത് ഓൾമോസ്റ്റ് ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം. മെൻസ്ട്രൽ കപ്പിൽ നിറയെ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ ഒരു കൈവെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് മെൻസ്ട്രൽ കപ്പിൻ്റെ ആ ടോപ്പ് പോർഷൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് മെൻസ്ട്രൽ കപ്പ് തിരിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് ഈ മെൻസ്ട്രൽ കപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ 2 ഹോൾസ്, ആ വാക്യൂം ജനറേറ്റ് ആവാനായിട്ടുള്ളൊരു ഹോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ഹോൾസിലൂടെ വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ എഗെയിൻ ആ ഹോൾസിനുള്ളിലും നീറ്റ് ആവാൻ, ക്ലീൻ ആവാനായിട്ട് ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത മെൻസ്ട്രൽ കപ്പിനെ നമുക്ക് ഹോട്ട് വാട്ടറിൽ ഇടണം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം എടുക്കണം. നമ്മൾ കൈ ഡിപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളുന്ന രീതിയിലുള്ള, നമ്മൾ കൈ ഇങ്ങനെ എടുക്കില്ലേ, ആ രീതിയിലുള്ള ചൂട് ഉള്ള വെള്ളം എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാനും മാത്രമുള്ള വെള്ളം വേണം. അതിലേക്ക് ഒരു 5 മിനിറ്റ്സ് ഇട്ട് വെക്കാം. ഓക്കെ, 5 മിനിറ്റ്സ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും മെൻസ്ട്രൽ കപ്പ് ക്ലീൻ ആയിരിക്കും. പിന്നെ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ തവണ മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോഴും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും സമയമെടുത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടാണ് നമുക്കിത് എപ്പോഴും പോയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് ഉറപ്പായിട്ടും എനിക്ക് ഷുവറാണ് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.